ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ മാസങ്ങൾക്ക് ശേഷം നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ പുതിയൊരു ട്വിസ്റ്റ് നടന്നിരിക്കുകയാണ്. അതായത് ഇത്ര നാളും FIIs വ്യാപകമായിട്ട് സെല്ല് ചെയ്യുകയായിരുന്നു. ഇന്ന് ആദ്യമായിട്ട് അവർ നെറ്റ് ബയേഴ്സ് ആയിട്ട് മാറിയിരിക്കുകയാണ്. 9,947 കോടിയുടെ നെറ്റ് ബൈങ് ആണ് നടത്തിയിട്ടുള്ളത്. അതേസമയം ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് DIIs ഏകദേശം 6,900 കോടിയുടെ നെറ്റ് സെല്ലേഴ്സ് ആയിട്ട് ഇന്ന് മാറിയിരിക്കുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞ എത്രയോ ട്രേഡിംഗ് സെഷനുകളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസത്തിൻ്റെ ഒരു യൂട്ടേൺ ആണ് എന്ന് നമുക്കിത് കാണാൻ കഴിയും. കാരണം നിഫ്റ്റി ഇന്ന് 24,000 എന്നുള്ള ആ ഒരു സൈക്കോളജിക്കൽ ലെവല് ക്രോസ് ചെയ്തുകൊണ്ട് വലിയൊരു പ്രതീക്ഷയിലാണ് ക്ലോസ് ചെയ്തത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു മാർക്കറ്റിലെ വാർത്തകളിൽ സ്ഥാനം പിടിച്ച ചില സ്റ്റോക്കുകളെ കുറിച്ചാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. R4iയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് IFCI എന്ന് പറയുന്ന സ്റ്റോക്കുമായി ബന്ധപ്പെട്ട് ഒരു പ്രധാനപ്പെട്ട ന്യൂസ് വന്നിരുന്നു. IFCI എന്ന് പറയുന്ന സ്റ്റോക്ക് ഇൻഡസ്ട്രിയൽ ഫൈനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു PSU കമ്പനിയാണ്. ഇതൊരു നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനിയാണ്. പ്രധാനമായിട്ടും ഇൻഡസ്ട്രിയൽ സെക്ടറിൽ ലോങ് ടേം ഫൈനാൻസ് നൽകുന്ന ഒരു കമ്പനിയാണിത്. ഈ സ്റ്റോക്ക് കഴിഞ്ഞ വർഷം വലിയ റണ്ണപ്പ് നടന്ന ഒരു സ്റ്റോക്കാണ്. അതായത് 91 രൂപയുടെ ഒരു ഹൈ ഈ സ്റ്റോക്ക് കഴിഞ്ഞ വർഷം ക്രിയേറ്റ് ചെയ്തിരുന്നു. അവിടെ നിന്ന് ഇത് താഴോട്ടേക്ക് പോവുകയാണ് ഉണ്ടായത്. ഇപ്പോൾ ഒരു 30% ഒരു കറക്ഷനിലാണ് ഈ സ്റ്റോക്ക് നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ ഈ സ്റ്റോക്കിൽ കഴിഞ്ഞ 3 വർഷത്തെ ഒരു സെയിൽസ് ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ അത് -2% ആണ്. പക്ഷേ ട്രെയിലിംഗ് 12 മന്ത്സിൽ ഇത് 22% വളർന്നിട്ടുണ്ട്. അതുപോലെ 3 ഇയേഴ്സിൻ്റെ പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ 27% അത് ട്രെയിലിംഗ് 12 മന്ത്സിൽ 150% വമ്പിച്ചൊരു ഗ്രോത്തും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അതിൻ്റെ സെയിൽസിലും പ്രോഫിറ്റിലും ഉണ്ടായിട്ടുള്ള വമ്പിച്ച ജമ്പാണ് ഈ സ്റ്റോക്കിൽ കഴിഞ്ഞ വർഷം വലിയൊരു റാലിക്ക് കാരണമായത്. ഇതിൻ്റെ പിയേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ നമുക്കറിയാം IRFC, IREDA, REC, PFC പോലെയുള്ള ഇത്തരം നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനികളെ PSU കമ്പനികളുമായിട്ട് നമ്മൾ ഇതിനെ താരതമ്യം ചെയ്യുമ്പോൾ ഇതിൻ്റെ ഏറ്റവും ഹൈ PEയിലാണ് നമുക്ക് കാണുന്നത്. 100 മേലെയാണ് ഇതിൻ്റെ PE റേഷ്യോ. അപ്പോൾ അത്രമാത്രം ഡിമാൻഡ് ഈ സ്റ്റോക്കിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ലെവലിൽ നിന്നാണ് സ്റ്റോക്ക് പിന്നീട് ഒരു ക്രാഷിലൂടെ 29% ഒരു കറക്ഷൻ നടന്നത്. എന്നാൽ ഇന്ന് നമുക്ക് കാണാൻ കഴിയും ഈ സ്റ്റോക്കിൽ ഒരു 11% ഒരു അപ്വേർഡ് മൂവിലൂടെയാണ് ഈ സ്റ്റോക്ക് ഇന്ന് ക്ലോസ് ചെയ്തത്. അപ്പോൾ ഇതിന് കാരണമായത് ഈ IFCI എന്നുള്ള ഈ ഒരു ബ്രാൻഡിൻ്റെ കീഴിൽ ധാരാളം കമ്പനികളുണ്ട്, പല വിധത്തിലുള്ള സബ്സിഡിയറി കമ്പനികളുണ്ട്. അപ്പോൾ ഈ കമ്പനികൾ തമ്മിൽ മേർജ് ചെയ്യാനും അതുപോലെ ചില കമ്പനികൾ കൺസോളിഡേറ്റ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ ഒരു സബ്സിഡിയറി ആയിട്ട് നിൽക്കാനും അങ്ങനെ ഇതിൽ മൊത്തത്തിലുള്ള ഒരു റീസ്ട്രക്ചറിങ് ഗവൺമെൻറ് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു അപ്രൂവൽ IFCIക്ക് ഇന്ന് തത്വത്തിൽ നൽകിയതോടുകൂടിയാണ് ഈ സ്റ്റോക്കിൽ നല്ലൊരു മുന്നേറ്റം ഉണ്ടായത്. അപ്പോൾ ഇതിൻ്റെ ഒരു മേർജിങ് നടക്കാൻ പോകുന്നത് IFCIയുടെ ഈ സ്റ്റോക്കിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്റ്റോക്ക് ഹോൾഡിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, IFCI ഫാക്ടേഴ്സ് ലിമിറ്റഡ്, VFCI ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ലിമിറ്റഡ്, IIDL റിയൽറ്റേഴ്സ് ലിമിറ്റഡ് എന്നീ കമ്പനികളാണ് IFCIയുമായിട്ട് മേർജ് ചെയ്യാൻ പോകുന്നത്. ഇതേപോലെ വേറെ ചില സബ്സിഡറി കമ്പനികളായിട്ടുള്ള സ്റ്റോക്ക് ഹോൾഡിംഗ് സർവീസസ് ലിമിറ്റഡ്, IFCI ഫിനാൻഷ്യൽ സർവീസസ് ലിമിറ്റഡ്, അതുപോലെ IFIN കമ്മോഡിറ്റീസ് ലിമിറ്റഡ്, IFIN ക്രെഡിറ്റ് ലിമിറ്റഡ് തുടങ്ങിയ എല്ലാം കൂടി ഒരു കൺസോളിഡേഷനിലൂടെ ഒരു സിംഗിൾ എൻറ്റിറ്റി ആയിട്ട് ഒരു സിംഗിൾ കമ്പനി ആയിട്ട് മാറുകയാണ്. അപ്പോൾ ഈ ഒരു സിംഗിൾ കമ്പനി IFCIയുടെ കീഴിലുള്ള ഒരു സബ്സിഡിയറി കമ്പനി ആയിട്ട് ആയിരിക്കും ഇനി പ്രവർത്തിക്കുക. ഇത് കൂടാതെ സ്റ്റോക്ക് ഹോൾഡിംഗ് ഡോക്യുമെൻറ്റ് മാനേജ്മെൻറ്റ് സർവീസസ്, IFCI വെഞ്ചേഴ്സ് ക്യാപിറ്റൽ ഫണ്ട്സ് തുടങ്ങിയ കമ്പനികൾ അത് ഈ പുതുതായിട്ട് രൂപം കൊടുക്കുന്ന ഈ കൺസോളിഡേറ്റഡ് കമ്പനിയുടെ ഒരു സബ്സിഡിയറി ആയിട്ട് അത് ഈ 2 കമ്പനികളും തുടരുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു മേജർ ചേഞ്ചസ് ആണ് ഈ സ്റ്റോക്കിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ചിതറിക്കിടക്കുന്ന കമ്പനികളൊക്കെ ഒരു കുടക്കീഴിൽ വരുന്നത് കൊണ്ട് തന്നെ IFCI ഒരു ശക്തമായ PSU കമ്പനിയായി മാറാൻ പോവുകയാണ് എന്ന ഒരു സ്പെക്കുലേഷൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് സ്റ്റോക്കിൽ വലിയൊരു റാലിക്ക് കാരണമായത്. മറ്റൊരു പ്രധാനപ്പെട്ട സ്റ്റോക്ക് വാർത്തകളിൽ നിറഞ്ഞു വന്നത് കൊച്ചിൻ ഷിപ്പ്യാർഡാണ്. നമുക്കറിയാം കൊച്ചിൻ ഷിപ്പ്യാർഡ് ഈ വർഷം വലിയൊരു മൾട്ടി ബാഗർ സ്റ്റോക്കായി മാറിയ ഒരു സ്റ്റോക്കായിരുന്നു. പക്ഷേ അതിൻ്റെ 52 വീക്ക് ഹൈയിൽ നിന്നും 54% വലിയൊരു ഫോളാണ് ഈ സ്റ്റോക്കിൽ ഉണ്ടായത്. അപ്പോൾ ഇതിൻ്റെ ഒരു PE റേഷ്യോ അത് ഇപ്പോൾ റീസണബിൾ ആയിട്ടുള്ള ഒരു PE ആയിട്ട് ഏകദേശം 40 എന്നുള്ള ഒരു PE റേഷ്യോയിൽ അത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റോക്കിലുണ്ടായ ഈ ഒരു അപ്പ് ആൻഡ് ഡൗൺ കാരണം വലിയ ഈ ഒരു അപ്സൈഡ് മൂവും ഡൗൺവേർഡ് മൂവും ഒക്കെ ഉണ്ടായത് കാരണം ഈ സ്റ്റോക്കിൽ എക്സ്ചേഞ്ചുകൾ ഒരു അധിക നിരീക്ഷണം നൽകിയതിൻ്റെ ഭാഗമായിട്ട് ഇത് ഇപ്പോൾ ലോങ് ടേം ASM ലിസ്റ്റ് 4ലാണ്. അപ്പോൾ ആ ഒരു സ്റ്റേജിൽ നിൽക്കുന്ന ഈ ഒരു സ്റ്റോക്ക് അതിൻ്റെ ഒരു പ്രൈസ് ബാൻഡ് 5% മാത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ 5% മാത്രമാകുമ്പോൾ ഇത് വളരെ പെട്ടെന്ന് തന്നെ അപ്പർ സർക്യൂട്ടിലേക്ക് പോകും, വളരെ പെട്ടെന്ന് ലോവർ സർക്യൂട്ടിലേക്കും പോകും. അപ്പോൾ സ്റ്റോക്കിൽ വലിയൊരു മൂവ് ഉണ്ടാകുമ്പോൾ ഒരു 5% മൂവ് ആകുമ്പോഴത്തേക്ക് തന്നെ അപ്പർ സർക്യൂട്ടായിട്ട് അവിടെ ട്രേഡിങ് ഇല്ലാതാവും.
കൂടാതെ ഇതിൽ ഇൻട്രാഡേ ട്രേഡിങ്ങും ഒന്നും നമുക്ക് നടത്താൻ കഴിയുകയുമില്ല. അപ്പോൾ ആ രീതിയിലുള്ള ഒരു റെസ്ട്രിക്ഷൻ ഈ സ്റ്റോക്കിൽ ഉള്ളത് കൊണ്ടാണ് ഇത് നിരന്തരം ലോവർ സർക്യൂട്ടും അപ്പർ സർക്യൂട്ടും ഇപ്പോൾ അടിച്ചുകൊണ്ട് നിൽക്കുന്നത്. ഇപ്പോൾ ഇത് അപ്പർ സർക്യൂട്ടിലേക്ക് പോകാനുള്ള ഒരു കാരണം ഈ കമ്പനി ഒരു MOU സൈൻ ചെയ്തിരിക്കുകയാണ്. അത് സൈൻ ചെയ്തിരിക്കുന്നത് USA സിട്രിയം ലൊറ്റാർനോ എന്ന് പറയുന്ന കമ്പനിയുമായിട്ടാണ്. അപ്പോൾ ഈ ഒരു വാർത്തയാണ് ഈ സ്റ്റോക്ക് ഇപ്പോൾ അപ്പർ സർക്യൂട്ടിലേക്ക് പോകാൻ കാരണമായത്. അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ആവശ്യമുള്ള ജാക്കബ് റിഗ്സ് നിർമ്മിക്കുവാനുള്ള ഒരു കരാർ ഇവർ സിട്രിയം ലൊറ്റാർനോ കമ്പനിയുമായി ചേർന്നുകൊണ്ട് നിർമ്മിക്കുമ്പോൾ അവിടെ സംഭവിക്കുന്നത് ഈ സിറ്റാണോ എന്ന് പറയുന്ന ഈ ഒരു USA കമ്പനി ഡിസൈൻ എക്സ്പെർട്ടൈസ് ആണ്. അപ്പോൾ അവരുടെ ആ ഒരു ഡിസൈൻ എക്സ്പെർട്ടൈസ് ഇവർ യൂസ് ചെയ്യുകയും അതുപോലെ കൊച്ചിൻ ഷിപ്പ് യാർഡിൻ്റെ ആ ഒരു ബിൽഡിംഗ് എക്സ്പെർട്ടൈസ് തമ്മിൽ ഇവരുമായിട്ട് ചേരുമ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ വരാൻ പോകുന്ന വലിയ ഓപ്പർച്യൂണിറ്റി, പ്രത്യേകിച്ച് മൊബൈൽ ഓഫ്ഷോർ ഡ്രില്ലിംഗ് യൂണിറ്റ്സ്, നമുക്കറിയാം ഡ്രില്ല് ചെയ്യാൻ ഉപയോഗിക്കുന്ന, പ്രത്യേകിച്ച് എണ്ണ പര്യവേഷണം, ഗ്യാസ് പര്യവേഷണ മേഖലയിലൊക്കെ ഉപയോഗിക്കുന്ന അത്തരം ഒരു റിഗുമായി ബന്ധപ്പെട്ട ഈ കമ്പോണൻ്റാണ് ഇവിടെ നിർമ്മിക്കപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു അവസരം നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊച്ചിൻ ഷിപ്പ് യാർഡിന് കഴിയും എന്നാണ് ഈ ഒരു MOUയിലൂടെ അവർ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കൊളാബറേഷൻ മേക്കിംഗ് ഇന്ത്യ എന്ന ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ പ്രോഗ്രാമിൻ്റെ ഒരു ഇനീഷ്യേറ്റീവ് കൂടിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഗവൺമെൻറ്റിൻ്റെ ശക്തമായ ഒരു സപ്പോർട്ട് ഈ ഒരു പ്രൊജക്റ്റിലുണ്ടാവും എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു പുതിയ ജോയിൻറ്റ് വെഞ്ചർ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് കൊച്ചിൻ ഷിപ്പ് യാർഡിൻ്റെ സ്റ്റോക്കിൽ ഒരു ബുള്ളിഷ്നെസ് ഇൻവെസ്റ്റേഴ്സ് ഇന്ന് കാണിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വാർത്തകളിൽ നിറഞ്ഞു തന്ന മറ്റൊരു സ്റ്റോക്ക് PayTM ആണ്. നമുക്കറിയാം PayTM എന്ന് പറയുന്ന സ്റ്റോക്ക് മാർക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും വലിയ IPOകളിൽ ഒന്നായിരുന്നു PayTMൻ്റേത്. അപ്പോൾ അതിനുശേഷം ഇത് വിവാദങ്ങളുള്ള ഒരു ഘോഷയാത്രയാണ് ഈ ഒരു സ്റ്റോക്കിൽ സംഭവിച്ചത്. ബിസിനസ്സിൽ ഇതുവരെ ലാഭത്തിൽ വരാതിരുന്ന PayTM ഇപ്പോഴും അതിൻ്റെ നഷ്ടത്തിൻ്റെ കഥ തുടരുകയാണ്. അപ്പോൾ ഇതിൻ്റെ സ്റ്റോക്കിൻ്റെ പ്രൈസ് 938 എന്നൊരു ഹൈ ഈ വർഷം ക്രിയേറ്റ് ചെയ്ത ഈ സ്റ്റോക്ക് പിന്നീട് വലിയൊരു ക്രാഷാണ് ഈ സ്റ്റോക്കിൽ വന്നത്. പിന്നീട് 310 എന്ന ലെവലിലേക്ക് ഈ സ്റ്റോക്ക് താഴോട്ടേക്ക് പോയിരുന്നു. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഇതിൻ്റെ IPO ലിസ്റ്റിങ്ങിൻ്റെ സമയത്ത് ഇതിൻ്റെ പ്രൈസ് 1961 എന്നുള്ള ഹൈ പ്രൈസിലേക്ക് പോയ സ്റ്റോക്കാണ് ഇത്ര വലിയൊരു വീഴ്ചയിലൂടെ 310 എന്ന ലെവലിലേക്ക് പോയത്. അപ്പോൾ ആ വീഴ്ചയുടെ ആഘാതം എത്രമാത്രം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ ഒരു അവസ്ഥയിലുണ്ടായിരുന്ന കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസ് പക്ഷെ നമുക്ക് കഴിഞ്ഞ 6 മാസങ്ങളിൽ വലിയൊരു റിക്കവറി നടത്തിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഏകദേശം ആ 310 നിന്ന് 533 രൂപയുടെ ഒരു വർധനവ്, ഏകദേശം 149% ഒരു ഇൻക്രീസാണ് സ്റ്റോക്കിൽ ഉണ്ടായത്. അങ്ങനെ ഇപ്പോൾ 800 മുകളിലേക്ക് ഈ സ്റ്റോക്കിൻ്റെ പ്രൈസ് പോയിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു അത്ഭുതപ്പെടുത്തുന്ന ഒരു ഗ്രോത്താണ്. ഇപ്പോൾ കമ്പനിയുടെ ക്വാർട്ടർലി റിസൾട്ടിൽ നമുക്ക് കാണാൻ കഴിയും അവിടെ 930 കോടിയുടെ ഒരു പ്രോഫിറ്റ് രേഖപ്പെടുത്തിയതായിട്ട് കാണാം. അപ്പോൾ ഈ ഒരു പ്രോഫിറ്റ് യഥാർത്ഥത്തിൽ ബിസിനസ് ഇൻകമായിട്ടല്ല കാണിക്കുന്നത്, അത് അതർ ഇൻകം എന്ന സോഴ്സിൽ നിന്നാണ് വരുന്നത്. എന്നാൽ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ സെയിൽസിൽ 10% ഒരു ഇമ്പ്രൂവ് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ കമ്പനിയുടെ ബോറോയിങ്സ് ഗണ്യമായിട്ട് കുറഞ്ഞിട്ട് 166 കോടി എന്നുള്ള ആ ഒരു വളരെ നെഗ്ലിജിബിൾ ആയിട്ടുള്ള ഒരു ബോറോയിങ്സ് ആയിട്ട് അത് മാറിയിട്ടുണ്ട്. കാരണം കമ്പനിയുടെ റിസർവ് 14,000 കോടി രൂപയ്ക്ക് മുകളിലുണ്ട്. അപ്പോൾ ഇവിടെ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ 0.01 എന്നുള്ള ഒരു സീറോ ഡെറ്റ് കമ്പനിയായിട്ട് ഇത് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ധാരാളം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഈ സ്റ്റോക്കിൽ സംഭവിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം നമുക്കറിയാം ഇത് റിസർവ് ബാങ്ക് വലിയ തോതിലുള്ള ആക്ഷനൊക്കെ എടുത്തിട്ടുള്ള ഒരു പേയ്മെൻറ്റ് ബാങ്കായിരുന്നു PayTMൻ്റേത്. അവിടെ ധാരാളം ഇൻവെസ്റ്റിഗേഷൻസും അലിഗേഷൻസും ഒക്കെ ഈ സ്റ്റോക്കിനെതിരെ വന്നിരുന്നു. എന്നാൽ ഈ കമ്പനിയിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത ഇവരുടെ ആ ഒരു പേയ്മെൻറ്റ് സിസ്റ്റത്തിൽ UPI ലൈറ്റ് സംവിധാനം ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ UPI ലൈറ്റ് എന്ന് പറയുന്നത് OTPയോ അല്ലെങ്കിൽ പിൻ നമ്പറോ ഇല്ലാതെ തന്നെ നമുക്ക് ചെറിയ ചെറിയ പേയ്മെൻറ്റുകൾ നടത്താൻ പറ്റും. 500 രൂപ വരെയുള്ള പേയ്മെൻറ്റ് ഒരൊറ്റ ട്രാൻസാക്ഷനിലൂടെ നടത്താൻ പറ്റും. അതുപോലെ ഒരു ദിവസം 2000 രൂപ വരെ നമുക്ക് ആ രീതിയിൽ ട്രാൻസാക്ട് ചെയ്യാൻ പറ്റുന്ന UPI പിന്നോ അതുപോലെ OTPയോ ആവശ്യമില്ലാത്ത ഒരു പേയ്മെൻറ്റ് സംവിധാനമാണിത്. അപ്പോൾ ഇവിടെ PayTM ആ ഒരു UPI ലൈറ്റിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് റീഫില്ല് ചെയ്യുന്നു. ആ വാല്യൂ ലിമിറ്റ് ഒരു പ്രത്യേക എമൗണ്ടിൽ താഴേക്ക് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ബാങ്കിൽ നിന്ന് അതിൽ ഓട്ടോമേറ്റഡായിട്ട് ട്രാൻസാക്ഷൻ ചെയ്യുന്ന രീതിയിലുള്ള സംവിധാനമാണ് PayTM അവരുടെ പേയ്മെൻറ്റ് ആപ്പിൽ ഒരുക്കിയിരിക്കുന്നത്. ഇത് കൂടാതെ ഇവർ ഈ UPI ലൈറ്റ് പേയ്മെൻറ്റിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് എടുക്കാൻ കഴിയും എന്നൊരു സംവിധാനം കൂടി ഒരുക്കുന്നുണ്ട്. നമുക്കറിയാം ഗൂഗിൾ പേയിലൊക്കെ ഈ UPI ലൈറ്റ് ഉണ്ടെങ്കിൽ അവിടെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാനുള്ള സംവിധാനമില്ല. അപ്പോൾ ആ രീതിയിലുള്ള ഒരു സംവിധാനം കൂടി ഇവർ ഇവിടെ ഒരുക്കിയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വളരെയധികം പോസിറ്റീവായിട്ടുള്ള പല ന്യൂസുകളും ഈ സ്റ്റോക്കിൽ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പുതിയ ഫീച്ചറുകളോടുകൂടി ഇത് വരുന്നതിൻ്റെ അർത്ഥം ഇവരുടെ ആ റിസർവ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാവിധ തടസ്സങ്ങളും നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അവരുടെ ഒരു നഷ്ടപ്പെട്ട ക്രെഡിബിലിറ്റി വീണ്ടെടുക്കാനുള്ള ഒരു ശ്രമം അവർ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.
അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഈ സ്റ്റോക്കുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പോൾ ഇവിടെ ഈ പരാമർശിച്ച 3 സ്റ്റോക്കുകളെ കുറിച്ച് നിങ്ങൾ കൂടുതലായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇതൊരിക്കലും ഒരു ബൈങ് റെക്കമെൻഡേഷൻ അല്ല. നിങ്ങൾ നിങ്ങളുടേതായ പഠനം നടത്തിക്കൊണ്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കാനുള്ള ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നു എന്ന് മാത്രം. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.